ബഹിരാകാശ സഞ്ചാരികളായ സുനിത വില്യംസിനും ബുച്ച് വിൽമോറിനും ഫ്രഷ് ഫുഡിന്റെ അളവ് ക്രമേണ കുറഞ്ഞുകൊണ്ടിരിക്കുകയെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. പിസ, റോസ്റ്റ് ചിക്കൻ, ഫ്രിപ്സ് കോക്ടെയിൽ തുടങ്ങിയവയാണ് സുനിതയും ബച്ചും കൂടുതലായും കഴിക്കുന്നത്. പക്ഷേ ഇരുവരുടെയും ഭക്ഷണക്രമത്തിൽ വളരെ കുറച്ചു പഴങ്ങളും പച്ചക്കറികളും മാത്രമേ ഉള്ളൂവെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ അടുത്ത് പുറത്തു വന്ന ചിത്രങ്ങൾ സുനിത വില്യംസിന്റെ ആരോഗ്യനിലയെക്കുറിച്ച് ആശങ്ക ഉയർത്തുന്നതായിരുന്നു. കവിളുകൾ ഒട്ടിയ നിലയിലും പ്രത്യക്ഷത്തിൽ തന്നെ ക്ഷീണം തോന്നിക്കുന്ന വിധത്തിലുമായിരുന്നു ആ ചിത്രങ്ങളിൽ സുനിത. ധാന്യങ്ങൾ ചേർത്ത പ്രഭാത ഭക്ഷണം, പൗഡർ രൂപത്തിലുള്ള പാൽ, പിസ, ഫ്രിപ്സ് കോക്ടെയിൽ, റോസ്റ്റഡ് ചിക്കൻ, ട്യൂണ തുടങ്ങിയ വിവിധ തരത്തിലുള്ള ഭക്ഷണങ്ങൾ സുനിതയ്ക്കും ബുച്ചിനും ലഭ്യമാണെന്നും ഇതിലൂടെ ആവശ്യത്തിന് കലോറി ഇരുവർക്കും ലഭിക്കുന്നുമുണ്ടെന്നുമാണ് സ്റ്റാർലൈൻ ദൗത്യവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വിദഗ്ധർ പ്രതികരിച്ചത്. എന്നിരുന്നാലും ഇവരുടെ ഭക്ഷണക്രമത്തിൽ പഴങ്ങളും പച്ചക്കറികളും പരിമിതമാണ്. കാരണം ISSലേക്ക് ഭക്ഷണം പുതുതായി വിതരണം ചെയ്യണമെങ്കിൽ 3 മാസം വേണ്ടിവരും. ബഹിരാകാശ നിലയത്തിൽ പ്രതിദിനം 1.7 കിലോഗ്രാം ഭക്ഷണമാണ് ഓരോ ബഹിരാകാശ സഞ്ചാരിക്കും ലഭ്യമാകുക എന്നാണ് നാസ പറയുന്നത്. ഭൂമിയിൽ നിന്ന് പാകം ചെയ്ത് അയക്കുന്ന ഭക്ഷണം ISS വീണ്ടും ചൂടാക്കി ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ബഹിരാകാശ നിലയത്തിൽ കഴിയുന്നവർക്ക് മികച്ച പരിചരണമാണ് ഉറപ്പാക്കുന്നതെന്നും അവിടുത്തെ എന്തെങ്കിലും അസൗകര്യം കൊണ്ടല്ല സുനിതയ്ക്ക് ഭാരക്കുറവ് ഉണ്ടായതെന്നും പ്രതികരിച്ച വിദഗ്ധരിൽ ഒരാൾ കൂട്ടിച്ചേർത്തിരുന്നു. നിലയത്തിൽ ആവശ്യത്തിന് ഭക്ഷണമുണ്ടെന്നും ദൗത്യം നീണ്ടാലും ബുദ്ധിമുട്ടുണ്ടാവില്ലെന്നും അവർ ചൂണ്ടിക്കാണിച്ചു. നാസ പുറത്തുവിട്ട ചിത്രങ്ങളിലെ ശരീരഭാരം കുറഞ്ഞ സുനിതയുടെ രൂപമാണ് ISSലെ ബഹിരാകാശ സഞ്ചാരികളുടെ ഭക്ഷണക്രമത്തെക്കുറിച്ചുള്ള വലിയ വാർത്തകൾക്ക് വഴിവെച്ചത്. അതേസമയം വിവാദങ്ങളെ നിരാകരിച്ച സുനിത അന്തരീക്ഷത്തിൽ ഗുരുത്വാകർഷണമില്ലാത്തതാണ് തന്റെ ഭാരം കുറയുന്നതിന് കാരണമെന്നാണ് വ്യക്തമാക്കിയത്. അതേസമയം ആരോഗ്യനിലയെ സംബന്ധിച്ച് ആശങ്കകൾ ഉയരുന്ന സാഹചര്യത്തിൽ അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ബഹിരാകാശത്തെ ഉറക്കരീതികൾ നിരീക്ഷിക്കുന്നതിനുള്ള ഗവേഷണത്തിന്റെ ഭാഗമാവുകയാണ് സുനിത വില്യംസ്. ബഹിരാകാശത്തെ പറക്കൽ ഉറക്ക ഉണർവ് ചക്രങ്ങളെ തടസ്സപ്പെടുത്തുമെന്ന് അറിയപ്പെടുന്നതിനാൽ ബഹിരാകാശ യാത്രികരുടെ ആരോഗ്യത്തിനും ദൗത്യ വിജയത്തിനും ഇവ കൃത്യമായി മനസ്സിലാക്കുകയും ലഘൂകരിക്കുകയും ചെയ്യുന്നത് നിർണായകമാണ്. വില്യംസ് ഒരു ആക്ടിവാച്ച് സ്പെക്ട്രോം ധരിക്കുന്നു. ഇത് ISSൽ ഉപയോഗിച്ചിരുന്ന മുൻകാല സ്പീഡ് മോണിറ്ററിംഗ് സാങ്കേതിക വിദ്യയിൽ നിന്ന് കാര്യമായ നവീകരണത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു നൂതന ഉപകരണമാണ്. ഈ അത്യാധുനിക ഗാഡ്ജറ്റിൽ ചലനം അളക്കുന്നതിനുള്ള ഒരു ആക്സിലേറ്ററുമീറ്ററും ആംബിയന്റ് ലൈറ്റിംഗ് നിരീക്ഷണത്തിനുള്ള ഫോട്ടോ ഡിറ്റക്ടറുകളും അടങ്ങിയിരിക്കുന്നുണ്ട്. ഇത് ഉറക്കത്തിൽ ദൈർഘ്യത്തെയും ഗുണനിലവാരത്തെയും കുറിച്ചുള്ള സമഗ്രമായ ഡാറ്റ നൽകുന്നു. ദൗത്യത്തിന് മുമ്പും ശേഷവുമുള്ള സമയങ്ങളെ അപേക്ഷിച്ച് ബഹിരാകാശ യാത്രയിൽ ക്രൂ അംഗങ്ങൾ വളരെ കുറവാണെന്ന് വെളിപ്പെടുത്തിയ മുൻ ദൗത്യങ്ങളിൽ നിന്നുള്ള കണ്ടെത്തലുകൾ ഈ ഗവേഷണത്തിന് പ്രാധാന്യം മനസ്സിലാക്കാൻ കഴിയും. അതേസമയം ബോയിങ് സ്റ്റാർലൈൻ പേടകത്തിന്റെ മനുഷ്യരെ വഹിച്ചുകൊണ്ടുള്ള ആദ്യ പരീക്ഷണ ദൗത്യത്തിന്റെ ഭാഗമായി ഇക്കൊല്ലം ജൂൺ 5-നാണ് സുനിതയും ബുച്ച് വിൽമോറും ബഹിരാകാശത്തേക്ക് എത്തിയത്. നിലയത്തിലേക്കുള്ള യാത്രക്കിടെ പേടകത്തിന്റെ സഞ്ചാരവേഗം ക്രമീകരിക്കുന്ന ട്രസ്റ്ററുകളുടെ പ്രവർത്തനം പലകുറി തടസ്സപ്പെട്ടു. ഹീലിയം ചോർച്ചയുമുണ്ടായി. ഇതോടെയാണ് ഇവർ ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിപ്പോയത്. 2025 ഫെബ്രുവരിയിലാകും ഇവർ തിരിച്ചെത്തുക എന്നാണ് കിട്ടുന്ന സൂചന. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.